ആധുനിക ജീവിതകാലത്ത് എന്തിനും ഏതിനും നമ്മൾ ഗൂഗിളിനെ ആശ്രയിക്കാറുണ്ട്. സംശയങ്ങൾ ദൂരീകരിക്കാനും പണം കൈമാറ്റം ചെയ്യാനും അങ്ങനെ പലതും. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഗൂഗിൾ മാപ്പ്. വഴിയറിയാത്ത ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിൽ ഏറെ പ്രയോജനപ്രദമായ ഒന്നാണ് ഗൂഗിൾ മാപ്പ്. എന്നാൽ ചില വ്യക്തികൾ റൂട്ട് മാപ്പിനൊപ്പം വഴിയരികിൽ നിൽക്കുന്ന മനുഷ്യരോടുകൂടി അഭിപ്രായം ചോദിക്കുകയും അവർ പറയുന്ന വഴി കൂടി പരീക്ഷിക്കുകയും ഒടുവിൽ അപകടത്തിൽപ്പെടുകയോ ചുറ്റിക്കറങ്ങി നട്ടം തിരിയുകയോ ചെയ്യാറുണ്ട്. ഞാനിതിവിടെ പറയാൻ കാരണം, ജീവിതമാകുന്ന യാത്രയിൽ പലപ്പോഴും പലർക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ദൈവം ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ച് അവരവരുടെ ഇഷ്ടത്തിന് പറഞ്ഞയക്കുകയല്ല ചെയ്യുന്നത്. ഓരോ വ്യക്തിയും എങ്ങനെ ജീവിക്കണം എന്നുള്ള മാർഗരേഖ കൂടി നൽകുന്നുണ്ട്. അത് ബാല്യകാലത്ത് മാതാപിതാക്കളിൽ നിന്നും പിന്നീട് തിരുസഭയിൽ നിന്നും ബോധ്യങ്ങളായും നൽകുന്നു. ദൈവം നയിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുകയും പിശാചിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് ജീവിത പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വരുന്നത്. ഇവിടെയാണ് തിരുക്കുടുംബത്തെ നമ്മൾ മാതൃകയാക്കേണ്ടത്. മറിയവും ജോസഫും ദൈവസ്വരത്തിന് ചെവി കൊടുക്കുന്നവരായിരുന്നു. അവർ തനിച്ചായിരുന്നപ്പോഴും കുടുംബമായി തീർന്നപ്പോഴും അത് അങ്ങനെ തന്നെയായിരുന്നു. എന്തിനും ഏതിനും ദൈവഹിതമാരായുന്ന ഈ ദമ്പതികൾക്ക് ദൈവം നൽകിയ സമ്മാനമാണ് ദൈവകുമാരനായ ഈശോ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും സ്വന്തം ബുദ്ധി പ്രയോഗിക്കാൻ ജോസഫോ മേരിയോ തയ്യാറായില്ല. ഓരോ ഘട്ടങ്ങളിലും ദൈവഹിതം ആരായുകയും അതിനൊത്ത് ചരിക്കുകയുമാണ് ചെയ്തത്. മുട്ടിവിളിച്ച വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോൾ കാലിത്തൊഴുത്ത് കാണിച്ചു കൊടുത്തതും അർദ്ധരാത്രിയിൽ ഉണ്ണിയെയും കൂട്ടിക്കൊണ്ട് പലായനം ചെയ്യാൻ ആവശ്യപ്പെട്ടതും ദൈവമാണ്. ജീവിതത്തിൽ ഒന്നിനു പിന്നാലെ ഒന്നായി പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ജോസഫോ മേരിയോ ദൈവത്തിന്റെ കരുത്തിൽ നിന്നും പിടിവിട്ടില്ല. ഏത് ദുർഘടസന്ധിയിലും ദൈവം കൂടെയുണ്ട് എന്ന വിശ്വാസം ആ കുടുംബത്തെ നാൾക്കുനാൾ വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവഹിതം ആരായാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. നമ്മുടെ സ്വാർത്ഥ ലാഭത്തിനായി കുറുക്കുവഴികൾ തേടുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത് ദൈവം ചൂണ്ടിക്കാണിക്കുന്ന വഴികളാണ്. ദൈവത്തിൽ നിന്നും അകന്ന് സഞ്ചരിച്ചാൽ പിന്നീട് ആ വഴിയിലേക്ക് തിരിച്ചെത്തുക ദുഷ്കരമാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൂണ്ടിക്കാണിക്കുന്ന വഴി ഏതെന്ന് കണ്ടെത്താനുള്ള ദിനങ്ങളായിരിക്കട്ടെ. വരാനിരിക്കുന്ന ക്രിസ്തുമസിന്റെ എല്ലാ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.